ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ തിരുനാമത്തെക്കുറിച്ചാണ്. അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ തിരുനാമം, അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്, അതിനുള്ള പ്രത്യേകതകൾ എന്തെല്ലാമാണ് തുടങ്ങിയുള്ളതാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു എന്നാൽ വഹുവല്ലദീ യുഅല്ലിഹുഹു വയഅബുദുഹു കുല്ലുൽ മഖ്ലൂഖാത്ത്, മുഴുവൻ പടപ്പുകളും ആരാധ്യനായി കാണുന്ന ശക്തിയും വ്യക്തിയും ആരാണോ അവനാണ് അള്ളാഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി തഫ്സീറുകളിൽ കാണാം, അല്ലാഹു ദുൽ ഉലൂഹിയ്യതി വൽ ഉബൂദിയ്യതി അലാ ഖൽഖിഹി അജ്മഈൻ, മുഴുവൻ പടപ്പുകളുടെ മേലും ആരാധ്യത ഉള്ളത് ആർക്കാണോ അവനാകുന്നു അള്ളാഹു. സൃഷ്ടാവും സൃഷ്ടിപരിപാലകനും നിയന്താവും രക്ഷിതാവും ഉടമസ്ഥനുമായ ഏകനായവനെ കുറിക്കുന്ന സംജ്ഞാനാമമാണ് അള്ളാഹു. സാക്ഷാൽ ദൈവം, യഥാർത്ഥ ആരാധ്യൻ എന്നൊക്കെ അള്ളാഹു എന്നതിന് മലയാളത്തിൽ അർത്ഥകൽപ്പന നൽകിയത് കാണുവാൻ സാധിക്കും. അള്ളാഹു ആരി എന്ന് അള്ളാഹു പറഞ്ഞു, അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു അവൻ ലാ ഇലാഹ ഇല്ലാഹു, യഥാർത്ഥ ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റാരുമില്ല, അവനാണ് അള്ളാഹു. യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി ആരാണോ ഉള്ളത് അവനാണ് അള്ളാഹു. ഭൂമിക്കുപരിയിൽ പലരും ആരാധിക്കപ്പെടുന്നുണ്ട്, പക്ഷെ ആ ആരാധ്യന്മാരൊന്നും യഥാർത്ഥ ആരാധ്യന്മാരല്ല, അവരൊക്കെ വ്യാജമായ ആരാധ്യന്മാരാണ്. യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ ആരാണോ അവനാണ് അള്ളാഹു. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു, ഇന്ന റബ്ബക്കും അല്ലാഹ് അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. ഇന്ന റബ്ബക്കും, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് അവനാകുന്നു അള്ളാഹു. അതാണ് ഇന്ന റബ്ബക്കും അല്ലാഹ്. റബ്ബ് എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖുൽ മാലികുൽ മുതസർരിഫ്, സൃഷ്ടാവ്, സൃഷ്ടിയെ ഉടമപ്പെടുത്തിയവൻ, സൃഷ്ടിയിൽ കൈകാര്യകർത്തൃത്വമുള്ളവൻ. അപ്പോൾ സൃഷ്ടിച്ച് ഉടമപ്പെടുത്തി സൃഷ്ടികളിൽ കൈകാര്യകർത്തൃത്വം അരുളുന്നവൻ ആരാണോ അവനാകുന്നു റബ്ബ്. ആ റബ്ബാകുന്നു അള്ളാഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്നതിനെ പരിചയപ്പെടുത്തി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നമല്ലാഹ് ഇലാഹു വാഹിദ് സുബ്ഹാനഹ്. സൂറത്തു നിസായിൽ 171 ആയത്തിൽ അള്ളാഹു പറയാണ്, ഇന്നമല്ലാഹ്, തീർച്ചയായും അള്ളാഹു ഇലാഹുൻ വാഹിദ്, ഏകനായ ഇലാഹാകുന്നു. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ്, ആരാധനക്കർഹൻ, ആരാധ്യൻ. അപ്പോൾ ഏകനായ ആരാധ്യൻ അവനാകുന്നു അള്ളാഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തിയിട്ട് നമ്മളെ ഉണർത്തുകയാണ്. സുബ്ഹാനഹു, അതുകൊണ്ട് അള്ളാഹു അവനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു, അവനെ നമ്മൾ പരിശുദ്ധപ്പെടുത്തുന്നു, അള്ളാഹു തന്നെയും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തണം. അപ്പോൾ ഈ ആയത്തുകൾ നമ്മളെ അറിയിക്കുന്നത് എന്താണ്? ആയത്തുകൾ നമ്മെ അറിയിക്കുന്നത് അള്ളാഹു ആരാണ് എന്നുള്ളതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ ബദാഇഉൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, വ ഇസ്മുല്ലാഹി തആല ഹുവൽ ജാമിഉ ലിജമീഇൽ അസ്മാഇൽ ഹുസ്ന ലിജമീഇ മആനി അൽ അസ്മാഇൽ ഹുസ്ന വസിഫാത്തിൽ ഉല. വ ഇസ്മുല്ലാഹി തആല, അള്ളാഹുവിൻ്റെ, അള്ളാഹ് എന്ന പേര്, ഹുവൽ ജാമിഉ ലിജമീഇ മആനിൽ അസ്മാഇൽ ഹുസ്ന, ഇതര അള്ളാഹുവിൻ്റെ ഉത്തമ നാമങ്ങളുടെ എല്ലാം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നാമമാകുന്നു. വസിഫാത്തിൽ ഉല, ഉന്നതമായ വിശേഷണങ്ങളെയും. അപ്പോൾ അള്ളാഹുവിന് ഉന്നതമായ വിശേഷണങ്ങളാണ്, അള്ളാഹുവിന് ഉത്തമമായ നാമങ്ങളാണ്. ഈ നാമങ്ങൾക്കും വിശേഷണങ്ങൾക്കുമൊക്കെയുള്ള ആശയങ്ങളെ ഒന്നിപ്പിക്കുന്ന, ഉൾക്കൊള്ളുന്ന നാമമാകുന്നു അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ നാമം എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്.